കാസർഗോഡ് ചെറുവത്തൂരിൽ ഭക്ഷ്യവിഷബാധയേറ്റ് വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ 4 വർഷം പിന്നിട്ടിട്ടും നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. കുറ്റപത്രം സമർപ്പിച്ച് 3.5 വർഷം കഴിഞ്ഞിട്ടും വിചാരണ പോലും ആരംഭിക്കാത്തത് വീഴ്ചയാണെന്ന് ദേവനന്ദയുടെ കുടുംബം ആരോപിക്കുന്നു. 2022-ലാണ് +1 വിദ്യാർത്ഥിയായിരുന്ന ദേവനന്ദ ഷവർമ കഴിച്ചുണ്ടായ ഭക്ഷ്യവിഷബാധയെ തുടർന്ന് മരിച്ചത്. മെയ് 1 ചെറുവത്തൂരിലുണ്ടായ സംഭവം സംസ്ഥാനത്താകെ വലിയ ചർച്ചയായിരുന്നെങ്കിലും കേസിലെ നിയമ നടപടികൾ ഇനിയും മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് കുടുംബത്തിന്റെ വേദന. സംഭവത്തിന് ശേഷം വ്യാപകമായ പരിശോധനകളും അറസ്റ്റുകളും നടന്നു. എന്നാൽ കുറ്റപത്രം സമർപ്പിച്ച് 3.5 വർഷം കഴിഞ്ഞിട്ടും വിചാരണ തുടങ്ങാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് കുടുംബം ആരോപിക്കുന്നു. കേസ് വേഗത്തിൽ പരിഗണിച്ച് വിചാരണ ആരംഭിക്കണമെന്നും ഉത്തരവാദികളായവരെ ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. മകളുടെ മരണത്തോടെ മാനസികമായി തകർന്ന ദേവനന്ദയുടെ അമ്മ മുതിർന്ന സഹോദരിയോടൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. നഷ്ടപരിഹാരമല്ല, നീതിയാണ് വേണ്ടതെന്ന് അമ്മ പറയുന്നു. ഇങ്ങനൊരു വൃത്തിയില്ലാണ്ട് കൊടുത്തിട്ട് നമ്മളെ കുഞ്ഞിനെ കൊന്ന പോലെ എന്നും കൊല്ലാനാക്കണ്ട ഇവര്. പിന്നെ അതിനൊരു നടപടിയും വന്നിട്ടില്ല നമുക്ക്. എന്നാൽ പിന്നെ അവർക്ക് ചെയ്തവർക്കൊരു ശിക്ഷയും കൊടുക്കണ്ടേ? അതും കൂടെ ഗവൺമെൻറ് ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ നഷ്ടപരിഹാരം എന്തെല്ലോ പറഞ്ഞിന് നമുക്കൊന്നും തന്നിട്ടില്ല. അത് പോട്ട് നഷ്ടത്തിൻ്റെ പോട്ട് നമുക്ക് വേണ്ടുന്ന നഷ്ടം വന്നൂലേ. ഇനിയിപ്പോൾ നമുക്ക് ആ നഷ്ടം കിട്ടിയിട്ടില്ല. ദേവനന്ദയുടെ മരണത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഉടനീളം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ലൈസൻസ് പോലുമില്ലാതെ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ കണ്ടെത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേസിലെ നടപടികൾ വൈകുന്നത് കുറ്റവാളികൾക്ക് ഒത്താശ ചെയ്യുന്നതിന് തുല്യമാണെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് മലയാളം, കാസർഗോഡ്.